സ്ത്രീകളാണ് അധികം വരുന്നത്. സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ പറഞ്ഞ് ഇയാളുമായിട്ട് സംസാരിച്ച് സിനിമയിലെ ചാൻസിന് വേണ്ടി വരുന്നവരൊക്കെ ആയിട്ട് സംസാരിച്ച് അവരുടെയൊക്കെ ഫോൺ നമ്പറും വാങ്ങി. ആദ്യം ഒന്നും എന്നോട് ഈ മെമ്പർഷിപ്പിന് പൈസയുടെ കാര്യം ആവശ്യപ്പെട്ടില്ലെങ്കിൽ പിന്നീട് പുള്ളി പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ, പൈസ കൊടുക്കണം. കാരണം ഇയാൾ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആൾ ശുദ്ധ ഫ്രോഡാണ്, തട്ടിപ്പുകാരനാണ്, പിമ്പ് ബിസിനസ് നടത്തുന്ന ഒരാളാണെന്നും കൂടിയാണ് നമുക്ക് മനസ്സിലായത്. എന്തെങ്കിലും നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അന്നേരം എനിക്കിത് പ്രയോജനകരമാകുന്നു. നമസ്കാരം. ബാലചന്ദ്രകുമാർ, താൻ എവിടെയാണ്? കഴിഞ്ഞ 6-7 ദിവസങ്ങളായി തന്നെ കാണാനേ ഇല്ലല്ലോ. താൻ ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തിട്ട ആ ദൃശ്യങ്ങൾ മുഴുവൻ ഒളിക്യാമറയിൽ പകർത്തിയെന്ന് ഇരയായ യുവതി ഭാരത് ലൈവിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ താൻ എന്താണ് പറഞ്ഞത്? അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന്. എന്നാൽ ആ യുവതി പോലീസിൽ പരാതി കൊടുക്കുക മാത്രമല്ല, മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴിയും കൊടുത്തു കഴിഞ്ഞു. തന്നെ സംരക്ഷിക്കുന്നത് പോലീസിലെ തന്നെ ചിലരാണെന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. എത്ര കാലം അവർക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയും നെയ്യാറ്റിൻകര ബാല? തന്നെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചിരിക്കുന്ന പോലീസ് ഏമാന്മാരും താനും തമ്മിലുള്ള ബന്ധവും ആ ഏമാന്മാരുടെ അടക്കം നാറുന്ന അണിയറ കഥകളുമടക്കം വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടും. ഇപ്പോൾ തനിക്കെതിരെ പരാതിപ്പെട്ട ഇരയുടെ നമ്പർ ട്രേസ് ചെയ്ത ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത CI ഇരയുടെ സുഹൃത്തായ പെൺകുട്ടിയെ വിളിച്ച് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടും. താൻ പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ പരസ്യം ചെയ്ത് വിളിച്ചു വരുത്തി 1 ലക്ഷം രൂപ തട്ടിയെടുത്ത തൃപ്പൂണിത്തുറ സ്വദേശിയായ കൃഷ്ണകുമാറും തനിക്കെതിരെ വെളിപ്പെടുത്തലുമായി ഭാരത് ലൈവിലൂടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള പെൺകുട്ടിയെ താൻ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയും പരാതിപ്പെടാനൊരുങ്ങിയ ആ പെൺകുട്ടിയെ ഒളിക്യാമറയിൽ പകർത്തിയ പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയിരുന്നു. അന്നു താൻ പറഞ്ഞത് മുഖം മറച്ചിരുന്ന് ആരോ തനിക്കെതിരെ അപവാദം പറയുന്നു എന്നാണ്. പൊന്ന് നെയ്യാറ്റിൻകര ബാല, ഒരു വാർത്തയെക്കുറിച്ചും വ്യക്തമായ തെളിവുകളില്ലാതെ ഞങ്ങൾ ഭാരത് ലൈവ് വാർത്ത ചെയ്യാറില്ല. ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടും ആരെയും ഭീഷണിപ്പെടുത്തിയും ഞങ്ങൾ വാർത്ത ചെയ്യാറില്ല. താനൊരു പക്ക ഫ്രോഡാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ തൻ്റെ തട്ടിപ്പുകളെക്കുറിച്ച് സധൈര്യം റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് തന്നോട് യാതൊരു വ്യക്തി വൈരാഗ്യവുമില്ല. പക്ഷേ മുഖം മറച്ചിരുന്ന് അന്ന് സംസാരിച്ച കൃഷ്ണകുമാർ ദാ മുഖം കാണിച്ചെത്തിയിരിക്കുന്നു. ദയവായി കണ്ടാലും. എൻ്റെ പേര് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാർ എന്നും പേരുണ്ട്. ഞാൻ 2010 കാലഘട്ടത്തിൽ പേപ്പറിലൊരു പരസ്യം കാണാനിടയായി. അതിങ്ങനെയായിരുന്നു: പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതുമുഖങ്ങളെയും സാങ്കേതിക വിദഗ്ധരെയും ആവശ്യമുണ്ടെന്നുള്ള ഒരു പരസ്യം കാണാനിടയായി. ആ പരസ്യം കണ്ടപ്പോൾ ഞാനത് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതിനകത്തൊരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അതിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു ബാലു എന്ന് പരിചയപ്പെടുത്തുന്ന ഒരാൾ ഇങ്ങനെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടെക്നീഷ്യന്മാരെയും അതുപോലെ ആർട്ടിസ്റ്റുകളെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് നേരിട്ട് കാണാൻ സൗകര്യം അറേഞ്ച് ചെയ്ത് എവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്താണ്, ജോലി എറണാകുളത്താണ്, അതിന് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു സാറ്റർഡേയിൽ പുള്ളി എന്നെ വിളിക്കുകയാണ്. എറണാകുളത്ത് ഉണ്ട്, കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും പുള്ളി സുഭാഷ് പാർക്കിലുണ്ടെന്നാണ് പറയണേ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ്റർഡേയിൽ എനിക്ക് പറ്റില്ല, സാറ്റർഡേയിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, നാളെ സൺഡേയിൽ ലീവല്ലേ, സൺഡേയിൽ ഒരു 4 മണിയാകുമ്പോഴേക്കും സുഭാഷ് പാർക്കിലേക്ക് പോകാൻ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ വിളിച്ചിട്ട് ഞാൻ സുഭാഷ് പാർക്കിൽ ചെന്ന് ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടു. അപ്പോൾ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് ഇതുവരെ വർക്കൊന്നും ഇതിനകത്ത് സിനിമയിലെ വർക്കൊന്നും, ഞാൻ ഒരു ഫാഷൻ ഡിസൈനറാണ്, കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്, സിനിമയിൽ പല സിനിമയിലും ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ ഈ സിനിമകൾ മാത്രമല്ല, പഴയ പടയോട്ടം പോലെയുള്ള സിനിമകളുടെയൊക്കെ ട്രഡീഷണൽ വർക്കുകൾക്ക് അതൊക്കെ ഈ തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ ആയിരുന്നു അന്ന് വർക്ക് എടുക്കുന്നത്. അവരെടുത്തിട്ട് ഈ പറഞ്ഞാൽ ഇവിടുത്തെ കേരളീയ മോഡൽ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് വർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടുന്ന് ആൾക്കാരെ സബ് കൊടുക്കാറുണ്ടായിരുന്നു, വർക്ക് സബ് കൊടുക്കാമെന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിയ വർക്കുകൾ, സിനിമയുടെ പല വർക്കുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിദേശത്ത് പോയി, വിദേശത്ത് നിന്ന് ആക്സിഡൻ്റൊക്കെ ആയിട്ട് വന്ന് നിൽക്കുമ്പോഴാണ് ഇയാളുടെ ഈ പരസ്യം കണ്ടത്. അപ്പോൾ പരസ്യപ്രകാരം ഞാൻ ഇങ്ങനെ ഒരു വർക്ക് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ വിചാരിച്ച് എന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പുള്ളി ചോദിച്ചു, അപ്പോൾ ഈ ടെക്നീഷ്യന്മാരുടെ ഒരു സംഘടനയുണ്ട്, അതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മെമ്പർഷിപ്പ് ഒന്നുമില്ല, ഞാൻ നേരിട്ട് ഇതുവരെ ഒരു വർക്ക് ചെയ്തിട്ടില്ല, മറ്റു പലരും എടുക്കുന്ന വർക്കുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ
എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാലു തന്നെ പറഞ്ഞു, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ മെമ്പർഷിപ്പ് അറേഞ്ച് ചെയ്ത് തരാം, അങ്ങനെയാണെങ്കിൽ നമുക്കത് എന്നിട്ട് നേരിട്ട് വർക്ക് എടുക്കാം, അപ്പോൾ രക്ഷപ്പെടും, അതിന് വേണ്ട ഹെൽപ്പെല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന് പിരിഞ്ഞു. പിന്നീട് ഫോണിൽ കൂടെ സ്ഥിരം ബന്ധപ്പെടാറുണ്ടായിരുന്നു. വീണ്ടും ഇയാൾ സുഭാഷ് പാർക്കിലേക്ക് എന്നെ ഇങ്ങനെ ഒഴിവ് ദിവസം വിളിക്കും, ഞാൻ ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെ ചെല്ലുമ്പോഴൊക്കെ കൂടുതൽ നല്ല പരിചയത്തിലായി. ആദ്യമൊന്നും എന്നോട് ഈ മെമ്പർഷിപ്പിന് പൈസയുടെ കാര്യം ആവശ്യപ്പെട്ടില്ലെങ്കിൽ പിന്നീട് പുള്ളി പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ, പൈസ കൊടുക്കണം, അപ്പോൾ അതിനുള്ള പൈസ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി 1 lakh വേണമെന്ന് പറഞ്ഞു. 1 lakh എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ തല്ലിക്കൂട്ടി 2-3 പ്രാവശ്യമായിട്ട് 50,000 കൊടുത്തു. പിന്നീട് പുള്ളി ബാക്കിയും കൂടെ നിർബന്ധിച്ചുകൊണ്ട് 50,000 കൂടെ കടം മേടിച്ചിട്ടൊക്കെ കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് പിന്നീട് ഇങ്ങനെ ഫോണിൽ കൂടെ കാര്യമായി ബന്ധപ്പെട്ടില്ല. പുള്ളിയെ വിളിച്ചാൽ പുള്ളി എപ്പോഴും എടുക്കില്ല, ചിലപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണ്, അല്ലെങ്കിൽ എടുക്കത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ അപ്പോൾ നമ്മുടെ പൈസ എനിക്ക് അവിടെ പറ്റുമെന്ന് ഒരു ഇത് അന്നേരം തന്നെ തോന്നിയിരുന്നു. പിന്നീട് ഞാൻ എല്ലാ സൺഡേയിലും ഇങ്ങനെ സുഭാഷ് പാർക്കിൽ പോകാറുണ്ടായിരുന്നു. ഇയാൾ എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് അറിയാനായിട്ട് മിക്കപ്പോഴും അന്വേഷിച്ച് പറയാം. അങ്ങനെ ചെല്ലുമ്പോൾ ഒരിക്കൽ അന്ന് എന്നെ വിളിച്ച് ഇയാൾ ഇന്റർവ്യൂ സംസാരിക്കുന്ന സമയത്ത് തന്നെ അവിടെ മറ്റു പലരും ഈ സ്ത്രീകളാണ് അധികം വരുന്നത്. സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ വന്ന് ഇയാളുമായിട്ട് സംസാരിച്ച് സിനിമയിലെ ചാൻസിന് വേണ്ടി വരുന്നവരൊക്കെ ആയിട്ട് സംസാരിച്ച് അവരുടെയൊക്കെ ഫോൺ നമ്പറും വാങ്ങി പോകുന്ന ഒരു രീതിയൊക്കെ കണ്ടു. അങ്ങനെ ചെല്ലുമ്പോൾ എന്നെ പോലെ തന്നെ അബദ്ധം പറ്റിയവർ വേറെ സ്ത്രീകള്, പക്ഷെ അവർക്ക് പൈസയല്ല പോയത്, അവരുടെ ശരീരം ഇയാള് എന്താ അവരെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നത് കേട്ടു. അപ്പോൾ നമുക്കും അബദ്ധം പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ കുറേ കാശ് പോയി എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടായി. ഇപ്പോൾ അതിനുശേഷം ഇയാളെക്കുറിച്ച് ഇയാളുടെ ഫോണിൽ ഇയാളെ വിവരം കിട്ടാറില്ലായിരുന്നു. എന്നാൽ ഒരിക്കൽ വിളിച്ച് ഞാനിങ്ങനെ ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഞാനല്ല വിളിച്ച മറ്റൊരാൾ വിളിപ്പിച്ചിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാനിങ്ങനെ ഈ പെണ്ണിൻ്റെ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യം ഇതൊക്കെ നീ അന്വേഷിക്കണം, എന്തിനാ താനെന്തിനാ അതൊക്കെ അന്വേഷിക്കണം, താൻ ഇതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ ഞാൻ ഇതിനകത്ത് കൂട്ടുപ്രതിയാക്കും, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ഇയാളെ കുറിച്ച് ഒരു വിവരമില്ലായിരുന്നു. പിന്നീട് ഞാൻ ഈ ആക്സിഡൻ്റൊക്കെ ആയിട്ട് കുറേ ദീർഘനാളത്തെ ചികിത്സയും ഒക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു ഞാൻ. പിന്നെ അതിനുശേഷം ബാലചന്ദ്രകുമാർ എന്നെ ബാലു എന്ന് അറിയപ്പെടുത്തി. ഇപ്പം ഈ ബാലചന്ദ്രകുമാറാണ് ബാലു എന്നറിയുന്നത് തന്നെ ഇപ്പോൾ ഈ ടി വിയിലൊക്കെ ഇയാൾ വന്നിരുന്ന് ഇങ്ങനെ ഈ കഥകളൊക്കെ വിവരിക്കണ കണ്ടപ്പോഴാണ് ഇവൻ തന്നെയാണ് ബാലു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇയാളുടെ ഫോൺ നമ്പറൊന്നും ഇപ്പം എനിക്ക് എൻ്റെ കയ്യിലില്ല, നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്നെ ഇയാൾ 1,00,000 രൂപ പറ്റിച്ചിട്ട് പോയി. അത് മാത്രമല്ല ഇയാൾ വേറെ അന്ന് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല പെൺകുട്ടികളെയും ഇങ്ങനെ ഇത് ചെയ്ത സംഭവമൊക്കെ എനിക്കറിയാം. എൻ്റെ പൈസ എങ്ങനെയെങ്കിലും ഒന്ന് ഇയാളിൽ നിന്ന് വസൂൽ ചെയ്ത് തരാൻ കിട്ടിയാൽ അത്രയും നല്ല. കാരണം ഞാൻ അത്രയ്ക്ക് മാത്രം ശാരീരികമായി തകർച്ചയിലാണ്. എൻ്റെ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കയ്യും കാലും ഒക്കെ പോയിട്ട് ഞാൻ ഈ പറഞ്ഞാൽ ശരിക്കും നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ്. അറിയാവുന്ന തൊഴിൽ ചെയ്യാൻ ഈ പറഞ്ഞ മാതിരി ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ബാലചന്ദ്രകുമാർ എന്ന് പറയേണ്ടവർക്ക് എന്നെ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ അറിയില്ല എന്നൊക്കെ പറയും. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ടി വിയിലിരുന്നുകൊണ്ട് മറ്റേ ബാലചന്ദ്രകുമാറിൻ്റെ ഒരു ഫ്രണ്ട്, ഒരു താടിക്കാരൻ, എന്താ ബൈജു കൊട്ടാരക്കര പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഞാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷേ ബൈജു കൊട്ടാരക്കര ഈ സിനിമാ ഫീൽഡിലുള്ള മുഴുവൻ ആൾക്കാരും അറിയുമെന്ന് എനിക്കറിയാൻ പാടില്ല. ബൈജു കൊട്ടാരക്കര സിനിമ എന്താണെന്ന് അറിയണതിന് മുമ്പ് ഞാൻ കോസ്റ്റ്യൂം ഡിസൈനർ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പഴയ സിനിമയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടയോട്ടം, തച്ചോളി അമ്പാടി പോലെയുള്ള പടങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ കോസ്റ്റ്യൂംസ് അന്ന് എനിക്ക് പ്രായം കുറവായിരുന്നു. അതിൻ്റെയൊക്കെ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡയറക്റ്റ് വർക്ക് എടുത്ത് ചെയ്യുകയല്ലായിരുന്നു. ഞാൻ മറ്റാരെങ്കിലും എടുക്കുന്ന വർക്കുകൾ അതിൻ്റെ സബ്ബോ അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റിലോ വർക്ക് ചെയ്യുന്നത്. ബൈജു കൊട്ടാരക്കര പറയുന്ന പോലെ എന്നെ അറിയില്ലല്ലോ അല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബൈജു കൊട്ടാരക്കര ഇന്നലെ അല്ലെങ്കിൽ അടുത്ത കാലത്ത് സിനിമയിൽ ഒന്നോ രണ്ടോ സിനിമ ഇത് ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയാൻ പാടില്ല. ബൈജു കൊട്ടാരക്കര ഞാൻ അറിയണത് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ബൈജു കൊട്ടാരക്കര എന്നൊക്കെ പറഞ്ഞു അത് വരുമ്പോഴാണ് ഞാൻ അറിയണത്. അപ്പോൾ എൻ്റെ പേരിങ്ങനെ ബൈജു കൊട്ടാരക്കര അറിയാൻ വേണ്ടിയിട്ട്, ബൈജു കൊട്ടാരക്കരയല്ല മറ്റു പലർക്കും അറിയില്ലായിരിക്കും. എന്നെപ്പോലെ എത്ര പേരെ പറ്റിച്ചു എന്ന് ഈ പറഞ്ഞ മാതിരി, എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ എന്നെപ്പോലെ എത്രയോ പേര് കാണുമായിരിക്കും. ഞാനിങ്ങനെ ഇതിനു മുമ്പ് വന്നൊരിക്കൽ ടി വിയിൽ അല്ല ഇതിൻ്റെ ചാനലുകാരുടെ ഇതിന് അഭിമുഖം പറഞ്ഞ അന്ന് മുഖം മറിച്ച് പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നേരിട്ട് വരാം, നേരിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതൊന്ന് തുറന്ന് പറയുന്നതാണ്. കാരണം ഇയാൾ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആൾ ശുദ്ധ ഫ്രോഡാണ്, തട്ടിപ്പുകാരനാണ്. എന്നെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളെ ഇത് ചീറ്റ് ചെയ്ത ഇയാൾ ഇങ്ങനെ നശിപ്പിച്ചതായിട്ടൊക്കെ നമുക്കറിയാം. കാരണം ഇത് പീഡിപ്പിക്കൽ മാത്രമല്ല, ഇയാൾ അതിൻ്റെ പേര് ബിസിനസ്, ഒരു പിമ്പ് ബിസിനസ് നടത്തുന്ന ഒരാളാണെന്നും കൂടിയാണ് നമുക്ക് മനസ്സിലായത്. അല്ലാതെ അയാളൊരു സത്യസന്ധനായ ആളല്ല.
അത് ശുദ്ധ ഫ്രോഡാണ് എൻ്റെ അറിവിൽ. കാരണം നമ്മൾ ഈ വയ്യാതിരിക്കുന്ന എൻ്റെ സാഹചര്യങ്ങളെല്ലാം എൻ്റെ അവസ്ഥയും കണ്ടിട്ട് എന്നെ പരിചിട്ട് പോയെങ്കിൽ അവൻ ആരെയൊക്കെ പരിചിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാമല്ലോ. ഞങ്ങൾ എപ്പോൾ സംസാരിച്ചാലും ഇവനുമായിട്ട് എന്ന് മീറ്റ് ചെയ്താലും അന്നൊക്കെ ഇവൻ ഈ ഷൂട്ടിംഗ് ഉണ്ട്. എന്താ വെച്ചാൽ ഇവൻ മൊബൈൽ ക്യാമറയാണോ പെൻ ക്യാമറയോ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതൊക്കെ വെച്ച് ഇവൻ നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്നെ കാണിക്കുകയും ചെയ്തിരിക്കേ. ഇത് എന്താ എടുത്തിട്ട് പുള്ളി എൻ്റെ ഇത് വെച്ചിട്ട് നോക്കുക. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തിനാ ഷൂട്ട് ചെയ്യുന്നത് ചോദിച്ചു. അന്നേരം പറയാണ് എന്തെങ്കിലും നമ്മൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അന്നേരം എനിക്കിത് പ്രയോജനകരമാകുമെന്ന്. ഞാനതിൽ വലിയ കാര്യമായിട്ട് അന്നേരം കണ്ടില്ല. നിയമ നടപടിയായിട്ട് ഇപ്പോൾ ചെയ്യണം. കാരണം ചെയ്യാലെല്ലാം നിരസിക്കുന്ന രീതി ഇത് വരുമ്പോൾ നമുക്ക് അപ്പോൾ ഇപ്പോൾ കിട്ടിയാൽ വളരെ ഉപകാരമാണ്. കാരണം എനിക്ക് മെഡിസിൻ തന്നെ ഒരുപാട് വേണം. ഒരാഴ്ചയിൽ ഒരുപാട് പൈസയ്ക്ക് മെഡിസിൻ വേണം. എനിക്ക് ജോലി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നെയ്യാറ്റിൻകര ബാല കേട്ടോ കൃഷ്ണകുമാർ പറഞ്ഞത്? ഇതൊരു വെടിക്കെട്ടിന്റെ തുടക്കം മാത്രമാണ്. തീ കൊളുത്തിയിട്ടേയുള്ളൂ ബാല. വെടിക്കെട്ട് പിന്നാലെ വരുന്നുണ്ട്.